സ്റ്റുഡന്റ് വിസകൾക്ക് സമയപരിധി ഏർപ്പെടുത്താൻ ഒരുങ്ങി ട്രംപ് ഭരണകൂടം. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളുടെ സ്വപ്ന നഗരമാണ് അമേരിക്ക. മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ ട്രെൻഡ് ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഏറ്റ കനത്ത തിരിച്ചടിയാണിത്. അധികാരത്തിലേറിയതിന് പിന്നാലെ ഒന്നിനു പിറകെ ഒന്നായി വിവാദ നടപടികൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടരുമ്പോൾ ഏറ്റവും അധികം പ്രതിസന്ധിയിലാകുന്ന വിഭാഗങ്ങളിലൊന്നാണ് വിദേശ വിദ്യാർത്ഥികൾ. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും സന്ദർശകർക്കും എത്ര കാലം രാജ്യത്ത് തങ്ങാനാകുമെന്നത് പുനർനിശ്ചയിക്കാൻ കഴിയുന്ന വിവാദ നിയമം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ ഒഴിവാക്കാനുള്ള നീക്കത്തിന് പിന്നാലെയാണ് വിസ കാലപരിധിയും ഏർപ്പെടുത്തുന്നത്. 2020 തന്റെ ആദ്യ ഭരണകാലത്ത് ട്രംപ് നിർദ്ദേശിച്ച പദ്ധതി കൂടിയാണിത്. നിലവിലുള്ള ഫ്ലെക്സിബിൾ സ്റ്റുഡന്റ് വിസ സമ്പ്രദായത്തിന് പകരം വിദ്യാർത്ഥികൾക്ക് ഒരു നിശ്ചിത കാലയളവ് താമസം മാത്രം അനുവദിക്കുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. നിയമം അംഗീകരിക്കപ്പെട്ടാൽ ഓരോ വിദേശ വിസയ്ക്കും ഒരു നിശ്ചിത കാലയളവ് ഉണ്ടാകും. അതായത് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാകുമെന്ന് ചുരുക്കം. നിലവിൽ F1 വിസ കൈവശമുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും J1 വിസയിലുള്ള സന്ദർശകർക്കും മുഴുവൻ സമയ എൻറോൾമെന്റ് നിലനിർത്തുന്നിടത്തോളം കാലം US തങ്ങാനാകും. എന്നാൽ പുതിയ നിർദ്ദേശം നടപ്പായാൽ ഇവർക്കൊരു നിശ്ചിത കാലയളവിലേക്ക് മാത്രമേ US താമസിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതോടെ ഇവർ ഇടയ്ക്കിടെ കാലാവധി നീട്ടലിനായി അപേക്ഷിക്കാൻ നിർബന്ധിതരാകും. വിദേശ വിദ്യാർത്ഥികളുടെ വിസ അഭിമുഖങ്ങൾ നിർത്തിവെക്കാൻ അടുത്തിടെയാണ് ട്രംപ് ഭരണകൂടം ഉത്തരവിട്ടത്. US പഠിക്കാനെത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ സമൂഹ മാധ്യമ ഇടപെടലുകൾ നിരീക്ഷിക്കുന്നതിനു കൂടി വേണ്ടിയായിരുന്നു ഇത്. അതേസമയം 2025 ജനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ US നിയമവിരുദ്ധമായി കടക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ 70% കുറവുണ്ടായിട്ടുണ്ട്. ഈ കാലയളവിൽ അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ച 10,382 ഇന്ത്യൻ പൗരന്മാർ, പ്രധാനമായും ഗുജറാത്തിൽ നിന്നുള്ളവർ, അറസ്റ്റിലായിട്ടുണ്ട്. ഇതിൽ 30 പേർ ഒറ്റയ്ക്കായിരുന്നു. പ്രായപൂർത്തിയാകാത്തവരും ഉൾപ്പെടുന്നുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ അതിർത്തി നിയന്ത്രണങ്ങൾ കർശനമാക്കുകയും അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ റെയ്ഡുകൾ നടത്തുകയും ചെയ്യുന്നതിനിടയിലാണ് ഈ വികസനം. US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ആണ് ഈ ഡേറ്റ പുറത്തുവിട്ടത്. 2024 ജനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ 34,535 അറസ്റ്റുകളിൽ നിന്ന് 2025 ഇതേ കാലയളവിൽ 10,382 ഇത് ഗണ്യമായി കുറഞ്ഞു. ഇത് ശരാശരി 69 പ്രതിദിന അറസ്റ്റുകളാണ്. 2024 ഇതേ കാലയളവിൽ ജോ ബൈഡൻ ഭരണകൂടത്തിന് കീഴിൽ പ്രതിദിന അറസ്റ്റ് ശരാശരി 230 ആയിരുന്നു. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിച്ച ഈ കള്ളക്കടത്ത് സംഘങ്ങളിൽ പലതും 2024 അവസാനത്തോടെ അവരുടെ പ്രവർത്തനങ്ങൾ കുറയ്ക്കാൻ തുടങ്ങിയെന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഒരു റിപ്പോർട്ട് പറയുന്നുണ്ട്. ട്രംപ് വീണ്ടും വിജയിക്കുമെന്ന് വ്യക്തമായ നിമിഷം വഴികൾ വറ്റാൻ തുടങ്ങി. ഗുജറാത്ത് ആസ്ഥാനമായുള്ള മനുഷ്യക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട ഒരു സ്രോതസ് ടോയിയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: കുടിയേറാനുള്ള ആഗ്രഹം ശക്തമായി തുടരുന്നു, പക്ഷേ കള്ളക്കടത്തുകാർ അവരുടെ പ്രവർത്തനം കുറയ്ക്കുകയോ ഫീസ് വർദ്ധിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. കൂടാതെ നാടുകടത്തൽ നയങ്ങൾ കർശനമാക്കുമെന്ന ഭയം വളരെ യാഥാർത്ഥ്യമാണെന്നും ഉറവിടം പറയുന്നു. ജനുവരിയിൽ 81,492 ആയിരുന്ന അതിർത്തി ആശങ്കകളിൽ ഫെബ്രുവരിയിൽ 28,617 കുറഞ്ഞതായി USBSP ഡേറ്റ പ്രതിഫലിക്കുന്നു. അടുത്ത 3 മാസത്തിനുള്ളിൽ ഇത് 29,000 കൂടുതലായി തുടരുന്നു. US പ്രവേശിക്കുന്നതിനിടെ ആകെ 5,90,069 അനധികൃത കുടിയേറ്റക്കാർ പിടിക്കപ്പെട്ടതായി ഡേറ്റ വ്യക്തമാക്കുന്നുണ്ട്. 2024 ഇതേ കാലയളവിൽ ആകെ 12 ലക്ഷത്തിലധികം അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടി. ഇന്ത്യയിൽ നിന്നുള്ള അനുഗമിക്കാത്ത മൈനർമാരുടെ ഡേറ്റ 2024 സാമ്പത്തിക വർഷത്തിൽ US അധികൃതർ 500-ലധികം ഇന്ത്യൻ പ്രായപൂർത്തിയാകാത്തവരെ പിടികൂടി. ഇപ്പോൾ ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ മാതാപിതാക്കൾ അതിർത്തിയിൽ ഉപേക്ഷിക്കുന്ന അനന്തരമായി താമസിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ കർശന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.